السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وفي قلوب الحاضرين. اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. قال نبينا وحبيبنا محمد صلى الله عليه وسلم إن الزمان قد استدار كهيئة يومه. ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരുടെയും ഈ അനുഗ്രഹീതമായ റജബ് മാസത്തിലെ ജുമുഅ ദിവസത്തിലെ സംഗമത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ നമ്മുടെ വിജയത്തിന്റെ കാരണമാകുന്ന അഅ്മാലുകൾ കൊണ്ട് ധന്യമാകുന്ന ദിവസങ്ങളിൽ അല്ലാഹു ഇതിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം ചെന്നു ചേരുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ ഇതേവരെ സംഭവിച്ചു പോയി ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നാഥനായ റബ്ബ് അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശേഷിക്കുന്ന ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും പരിപൂർണമായും ആ റഹ്മാനായ റബ്ബിന്റെ ത്വാഅത്തിലായി അവനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ പെടാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ബഹുമാനികളെ, നാം എത്തി നിൽക്കുന്നത് ഹിജ്റാബ്ദം 1446 വർഷത്തെ റജബ് എന്ന അനുഗ്രഹീതമായ പരിശുദ്ധ ഖുർആനും സൃഷ്ടാവായ റഹ്മാനായ റബ്ബും ആദരിച്ച മാസത്തിലാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നാം കാണുന്ന വസ്തുവകകളായാലും സൃഷ്ടികളായാലും എല്ലാം ഒരുപോലെയല്ല. ഏത് വിഭാഗമെടുത്താലും അതിൽ ഒന്നിനേക്കാൾ ഒന്നിന് ഒരു ആദരവ്, പ്രത്യേകത, മഹത്വം, പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് സൃഷ്ടാവിനാണ് അതിന്റെ കൂടുതൽ രഹസ്യങ്ങൾ അറിയാം. ചിലതിനേക്കാൾ മഹത്വം കൽപ്പിച്ചുകൊണ്ട് പടച്ചറപ്പ് പരിചയപ്പെടുത്തുന്ന, അതിന് പ്രത്യേക ആദരവ് കൊടുക്കുന്നതിലൂടെ സൃഷ്ടികൾക്ക് ഉപകാരപ്രദമായ എന്തെല്ലാമോ അതിനകത്തുണ്ട്. നാഥനായ റബ്ബ്, റഹ്മാനായ റബ്ബ് ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ പല ചരാചരങ്ങളെയും പല വസ്തുക്കളെയും ചിലതിനേക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് ഒരുപാട് വേദങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെയുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്.
ലോക ജനതയ്ക്ക് മുമ്പിൽ അവതീർണമായ ഗ്രന്ഥങ്ങളും ഏടുകളും പുസ്തകങ്ങളും ഒക്കെ നോക്കിയാൽ അതിനേക്കാൾ എല്ലാം മികച്ചതായി ഏറ്റവും മുൻപന്തിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് ഖുർആനാണ്. അങ്ങനെ ആ മുൻപന്തിയിൽ അതിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് പരിചയപ്പെടുത്തിയത് ലോകത്തിന്റെ സിട്ടാവാണ്, റഹ്മാനായ റബ്ബാണ്. മാനവകുലത്ത് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രബോധകന്മാരായി വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ ഒന്നാമനായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയതും നാഥനായ റബ്ബ് തന്നെയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. മനുഷ്യരിൽ ശ്രേഷ്ഠരായ ആളുകൾ പ്രവാചകന്മാരാണ്, ഔലിയാക്കളാണ്. ആ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായ ആളുകളെ മുർസലുകൾ. ആ മുർസലുകളിലും ശ്രേഷ്ഠരായ ആളുകളെ എണ്ണപ്പെട്ട 5 പ്രവാചകന്മാർ അല്ലെങ്കിൽ 6 പ്രവാചകന്മാരെ ദൃഢതയുള്ള പ്രവാചകന്മാർ എന്ന് പരിചയപ്പെടുത്തി. അതിൽ ഒരു റസൂലിനെ, ഒരു പ്രവാചകനെ, ഒരു നബിയെ ഇവരുടെ എല്ലാവരുടെയും നേതാവായി പരിചയപ്പെടുത്തി. എന്തിനു വേണ്ടി എന്നാൽ അവരാണ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ഇങ്ങനെ എല്ലാ വസ്തുക്കളും, ഏതൊരു വസ്തു എടുത്താലും അതിനെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ ഒന്നിനേക്കാൾ ഒന്നിനും മഹത്വം കൽപ്പിച്ചതായി കാണാം. നാം എത്തി നിൽക്കുന്ന റജബ് എന്ന മാസത്തിന്റെ പരിശുദ്ധ ഇസ്ലാമും മുസ്ലിമീങ്ങളും വലിയ ആദരവ് കൽപ്പിച്ചിട്ടുള്ള, ആദരവ് കൽപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആനും ഹബീബുനാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിച്ച മാസമാണ്. 4 മാസങ്ങളാണ് ഈ രൂപത്തിൽ നിങ്ങൾ ആദരിക്കണമെന്ന് പ്രത്യേകം പഠിപ്പിച്ചത്. 4 മാസങ്ങളെ കുറിച്ചാണ്. ആ 4 മാസങ്ങളിൽ നിങ്ങൾ അക്രമം ചെയ്യരുത്. ആ 4 മാസങ്ങൾ നിങ്ങൾ പുണ്യം ചെയ്താൽ കൂടുതൽ പ്രതിഫലത്തിനും നന്മയിലേക്ക് അടുക്കുവാനുള്ള ഉൾപ്രേരണകൾ കിട്ടാനും നിങ്ങൾക്ക് സഹായകമാകുന്ന മാസമാണ്. 4 മാസങ്ങളെ കുറിച്ച്, ഈ പ്രത്യേകമാക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ മഹാരഥന്മാരായ സ്വഹാബത്തും എല്ലാവരും നമ്മെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഈ മാസങ്ങളിൽ ഓരോന്നിനും ഒന്നിനേക്കാൾ പ്രത്യേകതയുണ്ട്, പലതിനും പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയും. റജബ് എന്നാൽ ആ പദത്തിന്റെ വരവ് തന്നെ തർജീബ്, ആദരിക്കുക, ബഹുമാനിക്കുക, മഹത്വം കൽപ്പിക്കുക എന്ന ഒരു റൂട്ട് വെർബിൽ നിന്നും, ഒരു മൂലപദത്തിൽ നിന്നുമാണ് റജബ് എന്ന പദത്തിന്റെ വരവ്. ചില ഉലമാക്കൾ അതിനെ വിശദീകരിച്ചപ്പോൾ റജബിലെ റഹ്മത്തിലേക്കുള്ള സൂചനയാണ്. അനുഗ്രഹത്തിന്റെ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ റഹ്മത്താകുന്ന പരിശുദ്ധ റമദാൻ, ആ റമദാനിന്റെ വരവറിയിക്കുന്ന, അതിനുവേണ്ടി സന്തോഷങ്ങളും ആ റഹ്മത്തിന്റെ മാസത്തിനെ വരവേൽക്കുവാൻ ആഹ്ലാദത്തോടെ വിശ്വാസികൾ ഒരുങ്ങാൻ തുടങ്ങുന്ന മാസം. റഹ്മത്ത് എന്ന റജബിലെ ആദ്യത്തെ അക്ഷരം റഹ്മത്താകുന്ന റമദാനിന്റെ മാസത്തിലേക്ക് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ജീമ്, ജൂദ് എന്ന ഔദാര്യത്തിന്റെ, പടച്ചറപ്പിന്റെ പ്രത്യേകമായ ഔദാര്യം, റഹ്മാനായ റബ്ബ് സൃഷ്ടിപ്രപഞ്ചത്തിന്റെ ഔദാര്യം വാരിക്കോരി നൽകുന്ന പരിശുദ്ധ റമദാൻ, അത് നിങ്ങളിലേക്ക് ഇതാ വരാൻ തുടങ്ങുന്നു എന്നുള്ള അറിയിപ്പാണ്. മൂന്നാമത് റജബിന്റെ അത് ബറക്കത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാകുന്ന റമദാനിലേക്കുള്ള സൂചനയാണ്. ഇങ്ങനെ പല മഹാരഥന്മാർ, പല ഉലമാക്കൾ ഈ മാസത്തിന്റെ പേരിനെ കുറിച്ച് പോലും പറഞ്ഞെങ്കിൽ മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാം, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം ചിലർ ഈ മാസത്തിന് അശ്ശഹറുൽ അസബ്, കുത്തിച്ചൊരിയുന്ന മാസം എന്ന് വിളിക്കപ്പെട്ടതായി കാണാം. ലിഅന്നല്ലാഹ യസുബ്ബു ഫീഹി മിനർ റിസ്ഖി വൽ ഖൈരി സുബ്ബാ. എന്തുകൊണ്ടെന്നാൽ ഈ മാസത്തിലാണ് റഹ്മാനായ റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി കുത്തിച്ചൊരിച്ച് ഒഴുകി കൊടുക്കുന്ന മാസമായി റജബിനെ നമുക്ക് തോന്നുന്നു. അതവരുടെ അനുഭവമാണ്. ഖുർആനും ഹദീസും അല്ല, സഹാബത്തിന്റെ അനുഭവം കൊണ്ട് അവർ പറയുന്നു, പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മുടെ അനുഭവം, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ അനുഭവത്തിന് വിലയിരുത്തിക്കൊണ്ട് പറയുമ്പോ റജബിന്റെ മാസത്തിൽ അന്ന അർസാഖഹും തസീദു ഫീ റജബ്, പരിശുദ്ധമായ റജബ് മാസത്തിൽ റിസ്ക് അധികരിച്ച് കിട്ടുന്നതായ റമദാൻ പോലെ, അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത 11 മാസങ്ങളിൽ അനുഗ്രഹത്തിന്റെ മാസമായി, റിസ്ക് അധികരിച്ചു കിട്ടുന്ന മാസമായി നമുക്ക് റജബിനെ തോന്നിയിട്ടുണ്ട്. റജബ് മാസത്തിൽ രോഗത്തിന് ശാന്തി ഉണ്ടതായിട്ട്, കൂടുതൽ രോഗശാന്തി ലഭിക്കുന്നത് നിങ്ങൾക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് സ്വഹാബത്ത്, മഹാരഥന്മാരായ മുൻഗാമികളായ ആളുകൾ ചിലർ ഇപ്രകാരം ദുആ ചെയ്തിരുന്നു.
ദുആകൾ സ്വീകരിക്കപ്പെടുന്നത് കൊണ്ട്, അനുഗ്രഹങ്ങൾ കുത്തിച്ചൊരിഞ്ഞു വരുന്നത് കൊണ്ട്, സന്തോഷം പേമാരി പോലെ വർഷിക്കുന്നത് കൊണ്ട് അവരിൽ ചിലർ ഇപ്രകാരം ദുആ ചെയ്യുന്നതായിട്ട് കാണുന്നു. അല്ലാഹുമ്മ സുബ്ബ അലൈനാ ഖൈറക വആഫിയതക വഫദ്ലക സുബ്ബൻ സുബ്ബാ. അല്ലാഹുവേ, നിന്റെ ഖൈറുകളെ, നിന്റെ അനുഗ്രഹത്തിനെ, നിന്റെ ആഫിയത്തിനെ നീ നമുക്ക് ജീവിത ഐശ്വര്യവും ആരോഗ്യ അഭിവൃദ്ധിയും ഒക്കെ നീ തരുന്നതിന് നീ കൂടുതൽ ഏറ്റി കുത്തിച്ചൊരിഞ്ഞു തരണേ അല്ലാ. ഇപ്രകാരം റജബിന്റെ മാസത്തിന് ഒരു ദുആ ചെയ്തതായി ഭാരതന്മാരായ ഉലമാക്കൾ സ്വഹാബത്തിനെ കുറിച്ച്, കഴിഞ്ഞുപോയ താബിഈകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ അനുഭവമാണ് പറഞ്ഞത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഈ ഹദീസ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ റജബിന്റെ മാസത്തിന്റെ മാസപ്പിറവി കണ്ട് റജബിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം ദുആ ചെയ്തിരുന്നുവെന്ന് മഹാനായ ഇമാം തബറാനി, മഹാനായ ഇമാം ബൈഹഖി റഹിമഹുല്ലാഹു തആല അലൈഹിം, രണ്ട് മഹാരഥന്മാരായ മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ ഉമ്മത്തിനെ പരിചയപ്പെടുത്തുന്നു. റജബിന്റെ മാസത്തിൽ നബിയുനാ റസൂലുള്ളാഹി ഇപ്രകാരം ദുആ ചെയ്തിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ബറക്കത്ത് നൽകണേ എന്ന് റജബ് മാസത്തിൽ തന്നെ നബിയുനാ റസൂലുള്ളാഹി സ്വഹാബത്തുൽ കിറാം, മഹാരഥന്മാരായ മുൻഗാമികളായ താബിഈകൾ, തബഉ താബിഈകൾ ദുആ ചെയ്യുവാനും മാത്രം. ഈ റജബിന് എന്ത് പ്രത്യേകതയാണുള്ളത്? പരിശുദ്ധ റമദാൻ, ആ റമദാനിലേക്കുള്ള വരവിന്റെ അനൗൺസ്മെന്റ്, റമദാൻ എന്ന അനുഗ്രഹീത ഖുർആനിന്റെ മാസത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ തുടങ്ങുകയാ. ആ മാസത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. ഓർമ്മയുണ്ടാകണേ, സൂക്ഷിച്ചു കൊള്ളണേ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ സ്ഥാനത്ത് നിന്നും താഴേക്ക് പതിച്ചു പോയാൽ ഒരു ലെവലേശം ബാക്കി ഉണ്ടാവില്ല. ഒരാളിന്റെ നിലവാരത്തിനനുസരിച്ച് പേരും പ്രശസ്തിയും പെരുമയുമുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിന് ഒരു അവളി പറ്റിയാൽ, ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ സാധാരണക്കാരനെ പോലെ കഴിയില്ല, പ്രയാസമാ. കാരണം അദ്ദേഹത്തിന് എല്ലാവരും അറിയുന്ന ആളാണ്. ആ മനുഷ്യന്റെ നിലവിലുണ്ടായിരുന്ന സ്ഥാനം, ആ മനുഷ്യനുണ്ടായിരുന്ന മഹത്വം, ആ മഹത്വത്തിൽ നിന്ന് താഴേക്ക് പതിച്ചു പോയാൽ പിന്നീട് പഴയതുപോലെ ആ അവസ്ഥയിലേക്ക് എത്തൽ ഏറെ ക്ലേശകരമാണ്, പ്രയാസകരമാ. റജബിന്റെ മാസത്തിനെ കുറിച്ച് ഭാരതന്മാരായ ഉലമാക്കൾ, മുഹദ്ദിസീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ റജബിന്റെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ റജബ് എന്ന മാസം, റമളാൻ എന്ന അനുഗ്രഹീത മാസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങാൻ ഇനിയും നിങ്ങൾക്ക് കാത്തിരിക്കാൻ സമയമില്ല. സമയമായി കഴിഞ്ഞ വിശ്വാസികളെ, നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളുക. പരിശുദ്ധ റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ മാസമാണെങ്കിൽ ആ വ്രതാനുഷ്ഠാനത്തിന്റെ മാസമാകുന്ന പരിശുദ്ധ റമദാനിന്റെ നിർബന്ധമായ നോമ്പിലേക്ക് വിശ്വാസികളെ ക്ഷണിക്കപ്പെടുമ്പോൾ ആ നോമ്പ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നോമ്പിനേക്കാളും ഒരു വിശ്വാസിയുടെ ഈമാനിക ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ, കലിമത്തു ഷഹാദ പറഞ്ഞ് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവന്റെ മേൽ നിർബന്ധമാകുന്ന മരണാനന്തര ജീവിതത്തിൽ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിൽ ആദ്യമായി ഹിസാബ് ചെയ്യപ്പെടുന്ന നമസ്കാരത്തിനെ കുറിച്ചുള്ള പ്രഖ്യാപനം വന്നത്, ആ നമസ്കാരത്തിനെ കുറിച്ചുള്ള നിർബന്ധത വന്നത് ഈ റജബിന്റെ മാസത്തിലായിരുന്നു. ഈ റജബിന്റെ മാസത്തിലാണ് ഹബീബുനാ റസൂലുള്ളാഹി പരിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത് നിന്ന് സൃഷ്ടാവായ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് യാത്ര ചെയ്തത് ഈ റജബിന്റെ അനുഗ്രഹീതമായ രാവിലായിരുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായ ഒരു രാവിനെ കുറിച്ച് ലോകത്തിന്റെ നായകൻ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ കഅബാലയത്തിന്റെ തിരുസന്നിധിയിൽ നിന്നും സവിധത്തിൽ നിന്നും സൃഷ്ടാവിന്റെ അടുക്കലേക്ക് ക്ഷണിക്കപ്പെട്ടത്, ആനയിച്ചു കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്തത്, അതിനുവേണ്ടി അള്ളാഹു കണ്ടെത്തിയ മാസം ഈ റജബിന്റെ മാസമായിരുന്നു. ആ റജബിന്റെ മാസത്തിലെ ഒരു അനുഗ്രഹീത പാതിരാവിലാണ് സൃഷ്ടാവിലേക്കുള്ള യാത്രയെ പടച്ചിറപ്പ് തിരഞ്ഞെടുത്തതെങ്കിൽ ഈ മാസത്തിന്റെ പ്രത്യേകത കൽപ്പിക്കുന്നതിന് ഇതും ഒരു കാരണമാണ് എന്ന് ഭാരതന്മാരായ മക്കൾ പഠിപ്പിക്കുകയാണ്. ആരാണ് റസൂൽ? മാനവരാശിയുടെ സമുദ്ധരണത്തിന് വേണ്ടി നിയോഗിതരായ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആളാകുന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ അടുക്കിലേക്ക് യാത്രയായ മാസം, യാത്രയായ ദിവസം ഉൾക്കൊള്ളുന്ന മാസം.
ആ ദിവസത്തിലെ യാത്രയ്ക്ക് ശേഷമാണ് ഈ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും ഇന്നിവിടെ സംഗമിച്ചിരിക്കുന്നത്. ഒരാഴ്ചയിൽ വിശ്വാസികൾ നിർബന്ധമായും, ഒരു പ്രദേശത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും നിർബന്ധമായും ഒരുമിച്ച് കൂടി ഒരു മുസല്ലയിൽ ഒരുമിച്ച് കൂടണമെന്ന് പഠിപ്പിച്ച ജുമുഅയുടെ നമസ്കാരത്തിന് വേണ്ടിയിട്ടാണ് എത്തിയത്. ഈ ജുമുഅയുടെ നിസ്കാരം മാത്രമല്ല, ഇന്ന് ജുമുഅ കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒരു ബാങ്ക് കേൾക്കും, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. പിന്നെ വരാൻ പറയാ അസ്റിന്. വീണ്ടും 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വിളിക്കും, വീണ്ടും വരാൻ പറയണം മഗ്‌രിബിന്. പിന്നെയും വിളിക്കും, പിന്നെ ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വിളിക്കും. ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ആ നമസ്കാരം അത് ചെറുതല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രധാനപ്പെട്ട അമല്, ആ അമല് കൊണ്ടുവരുവാൻ കാരണമായ മാസം ആ നമസ്കാരം എന്ന ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിശ്വാസിയോട് ആദ്യമായി വിചാരണ നടത്തപ്പെടുന്നത്, അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തിനെ കുറിച്ചാ. ആ നിസ്കാരവും അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടാവന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത മാസം ഈ റജബിന്റെ മാസമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലത്തെ തന്റെ പ്രബോധന ദൗത്യം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുവാൻ ലോകാവസാനം വരെ ഇനി ഒരു നബിയും വരാനില്ല. ഖിയാമത്തിന്റെ അവസാന കാഹളത്തിന്റെ ഊത്തുവരെയിൽ ലോകത്ത് വരുന്ന സർവ്വ സൃഷ്ടിചരാചരങ്ങൾക്കും റഹ്മത്തുൽ ലിൽ ആലമീൻ വറാഹത്തുൽ ലിൽ ആശിഖീൻ നബിയുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലത്തെ തന്റെ പ്രബോധന ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിനെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച ഓരോ അറിവ്, പടച്ചറപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നൂറാകുന്ന ഇൽമ്, അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് നിയോഗിത ലക്ഷ്യം പരിപൂർണമാക്കുവാനുള്ള പരിശ്രമം നടത്തിയതിന്റെ അവസാനത്തെ ശബ്ദം, അവസാനത്തെ പ്രഭാഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധമായ ഹജ്ജിന്റെ വേള അതിന്റെ അവസാനത്തെ പ്രഭാഷണം നിർവഹിക്കുമ്പോൾ ആ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ റസൂലുള്ളാഹി മാനവോകരെ ആഗമനം അഭിസംബോധന ചെയ്തുകൊണ്ട് ഇനി ഒരിക്കലും ഇതുപോലത്തെ പ്രഭാഷണം പോലും ഉണ്ടാവുകയില്ല, ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയോ ഇങ്ങനെ പറയുകയോ ചെയ്യുന്ന ഒരു അവസരം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഓരോ പോയിന്റുകളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ആരും മറന്നു പോകരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രഭാഷണത്തിൽ തങ്ങൾ പ്രധാനമായും ഊന്നിപ്പറഞ്ഞ 19-20 പോയിന്റുകളിൽ ഒരു പോയിന്റായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ഹബീബായ റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്ന സമാന ഖദ് ഇസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖസ് സമാവാത്. ഇന്ന സമാന ഖദ് ഇസ്തദാറക യൗമ ഖദ് ഇസ്തദാറ സമാൻ, കാലം, സമയം അതിന്റെ അച്ചുതണ്ടിലൂടെ അതിനെ സൃഷ്ടിക്കപ്പെട്ട സമയം മുതൽ അതിനെ നിജപ്പെടുത്തി കൊടുക്കപ്പെട്ട രൂപത്തിലൂടെ അതിങ്ങനെ ചംക്രമണം നടത്തിക്കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതതിന്റെ രൂപത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള, ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച സമയത്തിലൂടെ എങ്ങനെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞോ ആ രൂപത്തിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതാർക്ക് വേണ്ടിയിട്ടും നിൽക്കുന്നില്ല. ചരിത്രത്തിലെ ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് സമയം ഒരല്പനേരം പിന്തിച്ചു നിന്നത്. മഹാനായ യൂശ ബിൻ നൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്റെ ജനതയുമായിട്ട് യാത്ര ചെയ്തു പോകുമ്പോ ജെറീക്കോ എന്ന ഏറ്റവും പുരാതനമായ നഗരത്തിൽ വെച്ച് ശത്രു സമൂഹവുമായിട്ട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്റെ വാഗ്ദാനം പൂർത്തിയാക്കേണ്ടതുണ്ട്. സൂര്യൻ അസ്തമയത്തോട് എടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഈ സൂര്യാസ്തമയത്തിന് മുമ്പ് എന്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പടച്ചറബേ, നിന്റെ ദീനിന്റെ കാര്യം, നിന്റെ ദീനിന്റെ ദൗത്യത്തിന്റെ ഭാഗമായി ഒരല്പനേരം എനിക്ക് പിടിച്ചു നിർത്തി തരണേ അല്ലാ. ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തായിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഭൂലോകത്ത് സൂര്യനെ ഒരല്പനേരം പിടിച്ചു നിർത്തി കൊടുത്തത് മഹാനായ യൂശ നബി എന്ന ഇന്നത്തെ ജോർദാനിന്റെ തലസ്ഥാനമായ അമ്മാനിന്റെ ഒരു വെളിപ്പാടകരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ പ്രവാചകന് മാത്രമാണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതൊഴികെ സമയം മുഴുവനും ലോകത്തിന്റെ തുടക്കം മുതൽ ഖിയാമത്ത് വരെ അത് അതിന്റെ രൂപത്തിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ആർക്ക് വേണ്ടി തന്നെ നിന്ന് കൊടുക്കുന്നല്ല.
എന്നാൽ നിങ്ങൾ അറിയണം, വഇന്ന ഇദ്ദത്തുശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഈ ലോകത്തിന്റെ സമയക്രമത്തിന് അള്ളാഹു നിജപ്പെടുത്തിയപ്പോ അതിനെ 12 മാസങ്ങളായി നിജപ്പെടുത്തപ്പെടുമ്പോ ആ 12 മാസങ്ങളാണ് പടച്ചറബിന്റെ ഗ്രന്ഥത്തിൽ, പടച്ചറബിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ, അവന്റെ വേദത്തിലും അവന്റെ രേഖയിലും രേഖപ്പെടുത്തപ്പെട്ടത് പ്രകാരം ഈ ലോകത്തിന്റെ സമയം 12 മാസമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ 12 മാസത്തിനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വഇന്ന ഇദ്ദത്തുശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങളെ അല്ലാഹു പവിത്രമാക്കി നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. 4 മാസങ്ങളെ പവിത്രമാക്കി നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. അവ്വലുഹാ റജബു. ആ പവിത്രമായ 4 മാസങ്ങളിൽ ആദ്യത്തെ മാസം ഏതെന്നറിയുമോ? അത് റജബ് എന്ന അനുഗ്രഹീതമായ മാസമാണ്. ആ മാസം കഴിഞ്ഞാൽ പിന്നെയുള്ളത് ആ റജബിന്റെ മാസം. റജബ് മുളർ എന്നാണ് പറഞ്ഞിരുന്നത്. മുളർ എന്നൊരു ഗോത്രം ഉണ്ടായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ പരിശുദ്ധ മക്ക മുകറമയിലേക്ക് വിദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വരുമ്പോ നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്നത് പോലെയുള്ള വർഗീയ ഫാഷിസത്തിനെ പോലെയുള്ള ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ആളുകളായിരുന്നു മുളർ ഗോത്രം. ആ മുളർ ഗോത്രക്കാരുടെ പരിസരത്തൂടെ മക്കത്തേക്ക് വരുന്ന വിശ്വാസികൾക്ക് ഈ മുളർ ഗോത്രത്തിന്റെ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സമാധാനത്തോടെ മക്കത്തേക്ക് വരണമെങ്കിൽ അവർക്ക് ആകെ കൂടി കഴിഞ്ഞിരുന്നത് റജബ് എന്ന മാസത്തിലായിരുന്നു. കാരണം മുശ്രിക്കുകളും കുഫാറുകളും ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ പോലും എല്ലാവരും റജബ് മാസത്തിന് ഒരു പ്രത്യേകമായ ആദരവ് കൊടുത്തിരുന്നു. ഒരിക്കൽ ഒരു സംഘം ആളുകൾ മക്കത്തേക്ക് വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ വന്നു. ഉംറയെല്ലാം കഴിഞ്ഞു. നബി തങ്ങളുടെ സവിധത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, തങ്ങളുടെ അടുക്കൽ വന്ന് അറിവ് വിളിച്ചു. കുറച്ച് സമയം അവിടെ കഴിച്ചു കൂട്ടി, കുറച്ച് ദിവസം റജബ് അവസാനിക്കാൻ പോവാ. പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് വേഗം പോകണം. എന്താ നിങ്ങൾ ധൃതി പിടിക്കുന്നു? ഞങ്ങൾക്ക് മുളർ ഗോത്രത്തിന്റെ മുമ്പിലൂടെയാണ് പോകേണ്ടത്. അവരക്രമികളാണ്. അവരങ്ങയുടെ അടുക്കലേക്ക് വിശ്വാസികളാകാൻ, മുസ്ലിമീങ്ങളാകാൻ വേണ്ടി മക്കത്തേക്ക് വന്നവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വധിച്ചു കളയും. ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളെയും അവരിവിടെ ഇല്ല. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം നമുക്ക് പോകാൻ അനുമതി തരണം. അവരങ്ങനെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുഹാ റജബു മുളറ. മുളർ ഗോത്രത്തിന്റെ, അതുകൊണ്ടായി മുളർ ഗോത്രം അക്രമികളായ, റജബിന്റെ പേരിൽ പ്രസിദ്ധി ആർജിക്കുവാൻ കാരണമായ മുളർ എന്ന് പറയുന്ന അക്രമികളായ ഗോത്രം, ആ ഗോത്രക്കാരുടെ മുമ്പിലൂടെ ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുഹാ റജബു മുളറ ബൈന ജമാദൈ വ ശഅബാൻ. ശഅബാനിന്റെയും ജമാദുൽ ഊലയുടെയും ഇടയിലുള്ള മാസമാണത്. കാരണം അന്ന് ആ പേരുകളൊക്കെ സമൂഹത്തിന് പരിചയമായി വരുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു, ഇന്ന 2 മാസത്തിന്റെ ഇടയിലുള്ള മാസമാണ്. പിന്നെ അടുത്ത മാസം ഏതാണ്? വദുൽ ഖഅദ, വദുൽ ഹിജ്ജ, വ മുഹറം. 3 മാസങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങളെ അല്ലാഹു ആദരിച്ചു പവിത്രമായി പഠിപ്പിച്ചു. അതിൽ റജബ് എന്ന മാസം ആദ്യത്തെ മാസം, അത് കഴിഞ്ഞാൽ ദുൽ ഖഅദ, പിന്നെ ദുൽ ഹിജ്ജ, പിന്നെ മുഹറം. 3 മാസം. ഈ 3 മാസവും ഈ റജബ് ഉൾപ്പെടെയുള്ള 4 മാസത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ എന്ത് ഈ 4 മാസത്തിന് അല്ലാഹു ആദരവ് കൊടുത്തു? ഈ 4 മാസത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും തന്നെ അക്രമം കാണിക്കാൻ പാടില്ല. ഈ മാസത്തിൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഈ മാസത്തിൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. മഹാനായ ഇമാം ഖതാദ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അരുളി ചെയ്യുന്ന ഹദീസ് കാണാം. ഇമാം തുബരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റഈസുൽ മുഫസ്സിരീൻ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ഈ മാസത്തിൽ, റജബ് മാസത്തിൽ മാത്രമല്ല, ഒരു വിശ്വാസി അവന്റെ സമയം മുഴുവനും അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. എന്നാൽ ഈ മാസത്തിനെ പിന്നെ എന്തിനാണ് ഈ 4 മാസത്തിനെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഈ 4 മാസം നിങ്ങൾ അക്രമം കാണിക്കരുതേ എന്ന് നിങ്ങൾ എടുത്തു പറഞ്ഞത് എന്തിനാണ്? അതിനെ എന്തിനാണ് പവിത്രതയുള്ളതായി കൽപ്പിച്ചത്? അതിനെ ആദരിക്കേണ്ടതിനെ മഹത്വം കൽപ്പിച്ചത് എന്തിനാ? മാത്രവുമല്ല, ആ മാസത്തിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ, പാപങ്ങൾ ചെയ്തു പോയാൽ ആ പാപത്തിന് ശിക്ഷ കൂടുതൽ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? ഈ മാസത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മയ്ക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു. എന്തിനാ ഇങ്ങനെ പഠിപ്പിച്ചത്? റജബ് മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ആ വിഷയത്തിൽ ചില അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും പറയാറുണ്ടല്ലോ. ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്. അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങളും ഉണ്ട്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന ത്വയ്യിബയിൽ കഴിയുമ്പോൾ വിശ്വാസികളായ ആളുകൾക്കിടയിൽ അന്നാട്ടുകാരായ ആളുകൾ നിലനിർത്തി പോന്നിരുന്ന ഒരു വിശ്വാസത്തിന്റെ അറിവ് വന്നു. അത്തീറ എന്നൊരു ആഘോഷം, അത്തീറ എന്നൊരു അറിവിനെ കുറിച്ച്, ഒരു ബലിയെ കുറിച്ച് അവർ കേട്ടു. സ്വഹാബത്തും റജബ് മാസത്തിലായിരുന്നു അവർ നടത്തിയിരുന്നത്. ആ നാട്ടിലുള്ള ജാഹിലിയായ ആളുകൾ, ജഹാലത്തിൽ കഴിഞ്ഞ കുഫാറുകളായ ആളുകളെ അത്തീറ എന്ന ബലിമൃഗത്തിനെ അറുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളും അത്തീറ ചെയ്യട്ടെ നബിയേ. നബിയുമായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താണത്? പറഞ്ഞു, ഈ നാട്ടുകാരെല്ലാവരും റജബ് മാസത്തിൽ ചെയ്യുന്നതാണ്. റജബ് ചരിത്രാതീത കാലം മുതൽ തന്നെ, സ്വഹാബത്തിന്റെ കാലത്തിന് മുമ്പ്, നബിമാരുടെ കാലത്തിന്റെ തുടക്കം മുതൽ തന്നെ റജബ് മാസത്തിന്റെ ഒരു ആദരവുണ്ടായിരുന്നു. അതിന്റെ ആദ്യകാല ചരിത്രങ്ങൾ, പല നബിമാരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ആകത്തുകയാണ് മുഹറം പോലെ. അങ്ങനെ ആദരിക്കപ്പെട്ട ആ നബിമാരുടെ ചരിത്രത്തിനെ പിന്നെ വഴിമാറ്റി അവരുടെ വേദങ്ങളിൽ കൈകടത്തലുകൾ നടത്തി ആ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിന്റെ, റിസാലത്തിന്റെ, ആഖിറത്തിന്റെ വഴിയിൽ വെള്ളം ചേർത്തുകൊണ്ട് വഴികേടിലേക്ക് സമൂഹം നടത്തപ്പെട്ട് കഴിഞ്ഞപ്പോ അതിനുശേഷമാണ് പിന്നീട് അടുത്ത വേദഗ്രന്ഥം വരിക, അതിനുശേഷമാണ് അടുത്ത പ്രവാചകന്മാർ വരിക. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പിൻഗാമികളായ ആളുകൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ വലാ തുസദ്ദിഖൂഹാ വലാ തുകദ്ദിബൂഹാ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു യഹൂദ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നയാളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം വലിയൊരു യഹൂദി പണ്ഡിതൻ കൂടിയായിരുന്നു, ഒരു ജൂത പണ്ഡിതൻ, റബ്ബിയും കൂടിയായിരുന്നു. ഒരു ദിവസം മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു സദസ്സിലേക്ക് വരുമ്പോൾ തൗറാത്തിന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കടലാസിന്റെ കഷ്ണവും കിട്ടി. അതുമായിട്ടാണ് വന്നത് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ. അദ്ദേഹത്തിന്റെ അറിവും വിശ്വാസം അനുസരിച്ച് തൗറാത്തിന്റെ കഷ്ണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, ഇതിനെ കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇതിൽ പറയുന്ന കാര്യം ഫോളോ ചെയ്യുന്നതിന് വല്ല കുഴപ്പമുണ്ടെന്നാണ് ചോദിച്ചത്. ഇതിനെക്കുറിച്ച് എന്താ അങ്ങ് പറയാം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര സാരസമ്പൂർണമായ, എത്ര സുന്ദരമായ പ്രതിവചനമാണ് കൊടുത്തത്, മറുപടിയാണ് കൊടുത്തതെന്ന് ആലോചിക്കുക. അത് തൗറാത്താണെങ്കിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു കൊടുത്ത തൗറാത്ത് തന്നെയാണെങ്കിൽ അതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ അത് പാപമായി മാറും. ഇനി അല്ലെങ്കിലോ മൂസ നബിയുടെ പേരിൽ ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയതാണെങ്കിൽ അത് ആരെങ്കിലും ഫോളോ ചെയ്താൽ അവർ പിഴച്ചു പോവുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം? വലാ തുസദ്ദിഖൂഹാ വലാ തുകദ്ദിബൂഹാ. നിങ്ങളത് വിശ്വസിക്കാനും പോണ്ട, തള്ളാനും പോണ്ട. അതെവിടെയാണോ കിട്ടിയത് അവിടെ ഇട്ടേക്ക്. അതിന്റെ പുറകെ നിങ്ങൾ പോണ്ട. ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞല്ലോ, കഴിഞ്ഞു പോയ വേദങ്ങളിലൊക്കെ ഏകദൈവ വിശ്വാസത്തിനെ കുറിച്ച് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. പല ഗ്രന്ഥങ്ങൾ, പല മതങ്ങളിൽ നിന്ന് ഫോളോ ചെയ്യുന്ന, അത് ഗീതയാകട്ടെ, രാമായണമാകട്ടെ, അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും വേദങ്ങളാകട്ടെ, ബഹുസ്വര സമൂഹത്തിൽ ബഹുമതങ്ങളുടെ സംഗമങ്ങൾ നടക്കുന്ന ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ ഖുർആൻ പറഞ്ഞത് ഏകദൈവ വിശ്വാസം, ബൈബിള് പറഞ്ഞത് ഏകദൈവ വിശ്വാസം, ഗീത പറഞ്ഞത് ഏകദൈവ വിശ്വാസം, എന്നാ പിന്നെ ഖുർആൻ എന്തിന്? ചോദ്യമില്ല. ആയിരിക്കാം നബിയുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആ റസൂലിന്റെ ഹദീസുകളെ, തിരുസുന്നത്തിനോട് ചില രൂപത്തിലൊക്കെ സാമ്യത പുലർത്തുന്ന എന്തെങ്കിലുമൊക്കെ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം എന്ന് പറഞ്ഞ് അതിനെ നമ്മളെടുത്ത സമൂഹത്തിൽ പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അതിനെ പഠിക്കാനും പ്രേരിപ്പിക്കേണ്ട, അതിനെ തള്ളാനും പ്രേരിപ്പിക്കേണ്ട. അതിന്റെ ആളുകൾ അതുകൊണ്ട് നടന്നോട്ടെ, നമുക്കതിന് പ്രശ്നമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അത്തീറയെ കുറിച്ച് എന്താണ് നബി അഭിപ്രായം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബ് മാസത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തീറ, ആ അത്തീറയുടെ ആവശ്യമില്ല. ആ അത്തീറ നമുക്ക് ആവശ്യമില്ല. അവർ റജബ് മാസത്തിനെ ആദരിക്കുന്നത്, റജബ് മാസത്തിൽ ഒരു പ്രത്യേകത കാണുന്നത്, അവർക്കിടയിൽ വ്യാപകമായ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ പഠിപ്പിച്ച പല വിശ്വാസങ്ങൾ, അതിലൊക്കെ വെള്ളം ചേർക്കപ്പെട്ട് പിന്നീട് പിശാചിന്റെ സ്വാധീനത്തിലൂടെ വഴിമാറി സഞ്ചരിച്ച മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായ പല വിശ്വാസങ്ങളും അതിനകത്ത് സമ്മിശ്രമായി വന്നേക്കാം. അതുകൊണ്ടൊക്കെ അങ്ങ് മാറ്റിവെച്ചേക്കാം. പിന്നെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ പഠിപ്പിക്കുന്നത് പോലെ ആ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുക. നിങ്ങൾ അതിന് ആദരവ് കൊടുക്കണം, പരിഗണിക്കണം. മഹാനായ ഇമാം ഖതാദ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇന്നൽ ഫിശ്ശഹരിൽ ഹറാം, പവിത്രമായ മാസങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ആദരവ് കൽപ്പിക്കാൻ പഠിപ്പിച്ച മാസങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആ മാസത്തിൽ ചെയ്യൽ വലിയ പാപമാണ്. പരിശുദ്ധ ഖുർആൻ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആ മാസത്തിൽ നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുതേ, നിങ്ങൾ പരസ്പരം അക്രമകാരികളാകരുതേ. വലിയ വലിയ ശത്രുക്കൾ പോലും, തങ്ങളുടെ പിതാവിന്റെ ശിരസെടുത്ത ആളുകളെ പോലും
പരിശുദ്ധമായ മാസത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതികാരദാഹമുള്ള ആളുകളായിരുന്നു. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട മനുഷ്യന്റെ മക്കൾക്ക് വറാസത്തായി അനന്തരമായിട്ട് എടുത്തിട്ട് കാണിക്കാനുള്ളത്, പറയാനുള്ളത് ആരോടെങ്കിലും ഉള്ള പ്രതികാരം ബാക്കിയായ കാലമായിരുന്നു അത്. ഒരാൾ മരണത്തോട് മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ അസ്രായീലിന്റെ വരവിനെ കുറിച്ചുള്ള അറിവ് കിട്ടുമ്പോൾ തന്റെ മക്കളെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് ആ പിതാവ് പറയുമായിരുന്നു, മോനെ, ഇന്ന കുടുംബത്തിലെ, ഇന്ന നാട്ടിലെ, ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകനായ ഇന്ന ആളുണ്ടല്ലോ, അയാളുമായിട്ട് എനിക്കൊരു പ്രതികാരമുണ്ട്, അയാളോട് പകരം ചോദിക്കേണ്ട ഒരു വിഷയമുണ്ട്, ആ കാര്യത്തിൽ നിങ്ങൾ കൃത്യമായി പകരം ചോദിച്ചിരിക്കണം. ആ മക്കള് ശപഥം സ്വീകരിച്ച് തന്റെ പിതാവിന് വേണ്ടി പകരം ചോദിക്കാൻ കാര്യങ്ങളെ ബാക്കിയാക്കിയ മക്കളുടെ കാലമായിരുന്നു ഇത്. പാടില്ലെന്ന് പഠിപ്പിച്ച് പരിശുദ്ധ ഖുർആൻ. ഈ രൂപത്തിലുള്ള അക്രമം പാടില്ലെന്ന് പഠിപ്പിച്ചു ഖുർആൻ. ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. ആ മാസത്തിൽ, ഈ മാസങ്ങളിൽ, പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു അക്രമവും പ്രവർത്തിക്കാൻ പാടില്ല. ഈ മാസങ്ങളിൽ നന്മ ചെയ്തു കഴിഞ്ഞാൽ, റജബിന്റെ മാസത്തിൽ ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇരട്ടി പ്രതിഫലമുണ്ട്, അതിന് കൂടുതൽ പുണ്യമുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമദാൻ പിശാചിനെ പിടിച്ച് കെട്ടുന്ന മാസമാണ്. പിശാചുക്കളെല്ലാം ഒരു മൂലയിലേക്ക് ഒതുക്കി വിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വഴിവെട്ടി തെളിച്ചു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. പക്ഷെ റമദാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ പല പിശാചുക്കളും ഇപ്പോഴും ചങ്ങലയിൽ വീണിട്ടില്ല എന്ന് പരാതി പറയേണ്ടി വരാറുണ്ട്. എന്തുകൊണ്ടാണ് വരാത്തത്? ആ പിശാചുക്കൾ കെട്ടിയിടപ്പെടണമെങ്കിൽ, പിശാച് അതിശക്തനല്ലേ? പിശാച് ആരാണ്? പിശാച് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും വിചാരിച്ചേക്കുന്നത് ഇങ്ങനെ ഒരു സാങ്കല്പിക കഥാപാത്രം എന്നാണ്. ഒരു സാങ്കല്പിക കഥാപാത്രവുമല്ല. നമ്മുടെ പിതാവ് അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഗ്രഹീത സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ കാരണക്കാരനായതാരാ? ഇബ്ലീസ്. ഈ പിശാചുക്കൾ എല്ലാവരും ഉപ്പാപ്പ ആരെടുത്താ പോയത്? ആദമിന്റെ ഭാര്യയുടെ അടുക്കൽ. അവ്വലുന്നാസ്, മാനവകുലത്തിന്റെ ആദ്യത്തെ മാതാവ്. പിന്നീട് വന്ന പ്രവാചകന്മാരുടെ മുഴുവൻ, എല്ലാ പ്രവാചകന്മാരുടെയും പരമ്പരയുടെ തുടക്കക്കാരായ ആദ്യത്തെ മാതാവിന്റെ അടുക്കൽ, ആദ്യത്തെ പിതാവിന്റെ അടുക്കലാ പോയത്. അവിടെ ചെന്നിട്ടാണ് പിഴപ്പിക്കാൻ നോക്കിയത്. ആദം നബിയുടെ മുമ്പിൽ കരുനാഗപ്പള്ളിയിൽ ഇരിക്കണം നമ്മുടെ വല്ലതുമാണ് ആണോ? ഹവ്വ ബീവിയുടെ മുമ്പിൽ നമ്മുടെ ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരിമാര് ഉള്ളതുമാണോ? ഒന്നുമല്ല. ഹവ്വ ബീവിയുടെ മുമ്പിൽ പോയി അവരെ പിഴപ്പിക്കാൻ കഴിഞ്ഞ പിശാച്, ആദം നബിയുടെ മുമ്പിൽ പോയി ആദം നബിയെ പിഴപ്പിക്കാൻ ശ്രമിച്ച പിശാച്, ആ പിശാച് നമ്മുടെ മുമ്പിൽ വരുന്നതിന് വല്ല ഭയമുണ്ടോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ പ്രവാചകന്മാരിൽ അല്ലാഹ് ഏറ്റവും സ്വീകാര്യനായി അടുപ്പിച്ച് നിർത്തിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മാനവുള്ള ചരിത്രം എന്താ? ഹജ്ജിന്റെ വേളയിൽ നാം കാണുന്ന കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ മുഴുവനും, ആ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഊന്നി നിൽക്കുന്നതിൽ പകുതിയിലധികവും പിശാചുമായിട്ടുള്ള മല്ലയുദ്ധമാണ്. ഖലീലുള്ള എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ഖലീലുള്ള എന്നുള്ള പഠിപ്പിച്ച പ്രവാചകൻ, ആ ഖലീലുള്ള എന്ന പ്രവാചകന്റെ മുമ്പിലാണ് ആദ്യം വരിക ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നീ എന്താ കണ്ടത്? സ്വപ്നം. മകനെ അറക്കുന്ന സ്വപ്നം. വല്ല പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യത്തെ ചോദ്യത്തെ മനസ്സിലായി, ഇത് നല്ല ചോദ്യമല്ല. ഇത് അള്ളാഹു ആവർത്തിച്ച് 3 വട്ടം കാണിച്ചതിന് ശേഷം ഞാനിത് ഉറപ്പിച്ചേ. അപ്പൊ ഈ 3 വട്ടം കാണിച്ചിട്ട് പ്രവാചകന്മാരുടെ സ്വപ്നം അത് റിസാലത്തിന്റെ ഭാഗമാണ്, അത് വഹീന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയും ഇത് പിശാചാണ്. പോടാൻ ഒരു എറി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പോകുന്നില്ല. ഒരു നബി, ഏത് നബി? പ്രവാചകന്മാരുടെ പരമ്പരയിലെ രണ്ടാമത്തെ റസൂൽ, രണ്ടാമത്തെ പ്രവാചകൻ, അള്ളാഹു അടുപ്പിച്ച് നിർത്തിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ അടുക്കൽ പോലും പോയിട്ട് ആ പ്രവാചകനെ പോലും വഴിപിഴപ്പിക്കുവാൻ ധൈര്യം കാണിച്ച ശക്തിയാണ് പിശാച്, ഇബ്ലീസ്, ശൈത്താൻ. ആ ശൈത്താനെ കുറിച്ചാണ് അള്ളാഹു പറയാ. ആ ശൈത്താൻ ചങ്ങലക്കിടപ്പെടും. സംശയം തീർന്നില്ലേ? റമദാൻ എത്തിയിട്ട് നമ്മുടെ നാട്ടിലെ ശൈത്താന്മാർ എന്തുകൊണ്ടാ ചങ്ങലക്കിടപ്പെടാത്തത്? റമദാൻ എത്തി, ആദ്യത്തെ 10 തീർന്ന് രണ്ടാമത്തെ 10 തുടങ്ങിയിട്ട് ഈ പിശാചുക്കളെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഒരു പിശാച് മാറില്ല. ആ പിശാച് കൂടെ തന്നെ നടക്കും. നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി കഴിഞ്ഞാലല്ലേ അവസാനം കണക്ക് നോക്കിയിട്ട് അവസാനം കാശ് വാങ്ങിയ കസ്റ്റമറുടെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്ന. ആ കണക്ക് കൂട്ടലൊക്കെ എങ്ങനെ വരുന്നത്? നിസ്കാരത്തിൽ വന്നു കഴിയുമ്പോഴാണ്. അതുവരെ ഉണ്ടാവില്ല, ഓടിപ്പാഞ്ഞ് വരുമ്പോഴും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പള്ളിയിലെത്തിയാലും നിസ്കരിക്കാൻ കയറിയാലും നോമ്പ് പിടിക്കാനിരുന്നാലും ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ഏതൊരു വീട്ടിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമോ ആ വീട്ടിൽ നിന്ന് പിശാച് ഓടി ഒളിക്കപ്പെടും. ആ പിശാച് ആ വീട്ടിൽ നിന്ന് മാറ്റിയകറ്റപ്പെടും.
നിങ്ങൾ പിശാചിനെ ഓടിക്കാനെന്നും നെയ്യത്തോടു കൂടി തന്നെ ഓതിക്കോളി. ഇതിനിടയിൽ ഒരു 100 വട്ടം പിശാച് വരും. പ്രത്യേകിച്ച് നിങ്ങൾ ഓതിക്കോളി. ഒരു 150, 170 ആയത്തം കൊണ്ട് കഴിഞ്ഞാൽ, ഒരു 200 ആയത്തം കൊണ്ട് കഴിഞ്ഞാൽ അവന് തീരൂല. നന്നായിട്ട് ഓതാൻ അറിയുന്ന ആളായിരിക്കും. എന്റെ വീട്ടിലോ എന്റെ ശരീരത്തിലോ എന്റെ കൂട്ടത്തിലോ പിശാചുണ്ടെങ്കിൽ ആ പിശാച് പോകണം. എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ച തിരുവചനത്തിനെ ഞാനൊന്ന് അനുഭവിച്ചറിയാൻ പോവുകയാണ് എന്ന നീയത്തോടു കൂടി സൂറത്തുൽ ബഖറ എന്ന് ഓതാനിരുന്ന് നോക്കിയേ. സാധാരണ ഓതും പോലെ ആയിരിക്കില്ല. പിശാചിനെ ഓടിക്കാൻ നിയത്തിട്ട് ഓതാനിരുന്നാൽ 150, 170 ആയത്തം കണ്ട് കഴിയുമ്പോൾ നന്നായി ഓതാൻ അറിയുന്ന ഹാഫിളുകൾക്ക് പോലും ചിലപ്പോൾ കച്ചാപച്ചാന്ന് പറഞ്ഞ് തെറ്റും. ആ ഹർക്കത്തും അതിന്റെ അക്ഷരം ഹർക്കത്തൊക്കെ മാറും. ഇത് ഓതി തീർക്കാൻ പറ്റൂല. ശൈത്താനിക ബുദ്ധിമുട്ട്, പിശാചിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടായ ബുദ്ധിമുട്ടുണ്ടായ മനുഷ്യർക്ക് റുഖിയ്യത്തു ശർഇയ്യ ഖുർആൻ പറയുന്ന ചികിത്സ ചെയ്യാൻ തുടങ്ങിയാൽ ചികിത്സിക്കാൻ വരുന്ന ആൾക്ക് ചിലപ്പോൾ മുമ്പോട്ട് ഓതി പോകാൻ പറ്റൂല. അത്ര വലിയ ശക്തനാണ് പിശാച്. ആ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന മാസമാകുന്ന പരിശുദ്ധ റമദാൻ, ആ റമദാനിലെത്തിയിട്ട് പിശാചിനെ മാറ്റാൻ നടക്കൂല. അതുകൊണ്ടാണ് 2 മാസത്തിന്റെ മുമ്പേ ഇമാം ബൈഹഖി പറഞ്ഞ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. പടച്ചറബ്ബേ, റജബ് മാസത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്തിനു വേണ്ടി ബറക്കത്ത്? എന്താ ബറക്കത്ത്? നമ്മൾ എപ്പോഴും പറയാം ബറക്കത്ത് ബറക്കത്ത് ബറക്കത്ത്. അത് ഏത് ഇറക്കത്താണുള്ളതെന്നാണ് നമ്മൾ ആലോചിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം എന്താണ് ബറക്കത്ത്. ഈ ഒറ്റ വാക്കിൽ ബറക്കത്ത് ഉണ്ടാകണം, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ റസൂലോട് ഉദ്ദേശിച്ചത്, ഭാരതന്മാരായ മുഹദ്ദിസീങ്ങളും ഉലമാക്കളും ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ദുആ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? എന്തിനെ കുറിച്ചുള്ള ബറക്കത്താണ് അവർ ചോദിച്ചത്? ആ ബറക്കത്ത് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. എല്ലാ പൈശാചിക പ്രേരണകൾ, എല്ലാ ഇടപെടലുകളിൽ നിന്നും മാറി മുക്തമായി പരിശുദ്ധ റമദാനിനെ വരവേറ്റ് അനുഗ്രഹീതമായ ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.